വേദിയിലും സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. എളമരം GLP സ്കൂളിൻ്റെ 51ാം വാർഷികവും അതുപോലെ തന്നെ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക മേഴ്സി ടീച്ചർക്കുള്ള യാത്രയയപ്പ് ചടങ്ങിനുമാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. 1973 സ്ഥാപിതമായ നമ്മുടെ സ്കൂൾ ഇന്ന് 51ൻ്റെ നിറവിലാണ്. നമ്മളേവരും സന്തോഷം നിറഞ്ഞ ഒരു സുദിനത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. 30 വർഷക്കാലമായി നമ്മുടെ കുരുന്നുകൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നുകൊണ്ട് ഈ വരുന്ന മാർച്ച് 31 നമ്മുടെ HM ഇവിടെ നിന്നും പടിയിറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുസമ്മിൽ അവർകളെ, നമ്മളിന്നിവിടെ ഈ വിളിച്ചുകൂട്ടിയ സദസ്സിൽ നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പഞ്ചായത്ത് പ്രസിഡൻറ്റ് MKC നൗഷാദ്, ഇതിനേക്കാളൊക്കെ ഉപരിയായി നമ്മളിന്നിവിടെ യാത്രയയപ്പ് നൽകുന്ന മൃദുല ടീച്ചർ, പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡൻറ്റ് ഷമീന സലീം, അബു ഇവിടെ ഇപ്പോഴില്ല, ഷെരീഫ ചെങ്ങൻകുളം, മറ്റ് ഭാരവാഹികളെ, മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെയും അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സായിട്ടുള്ള മറ്റുള്ളവരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാമുള്ള ഈ സദസ്സിൽ വളരെ ദീർഘമായൊരു സംസാരം ചെയ്യുന്നില്ല. കാരണം കുട്ടികളുടെ കലാപരിപാടികൾ ഇനിയും നടക്കാൻ ബാക്കിയുണ്ട്. ഈ സ്ഥാപനത്തിന് 51 വർഷം കഴിഞ്ഞു, അരനൂറ്റാണ്ടിലധികം. ഈ അരനൂറ്റാണ്ടിലധികം ഈ സ്കൂളിൽ പ്രായമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇതിൻ്റെ 1ാം പാഠം മുതലുള്ള ചരിത്രം അറിയുന്ന ഒരാളാണ് ഞാൻ. മുഹമ്മദ് ഹുസൈൻ സാഹിബിൻ്റെ അടുത്ത സഹപ്രവർത്തകനും സ്നേഹിതനുമായതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും അദ്ദേഹം എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ഒരുപാട് പരിപാടികൾ ഞങ്ങൾ കൂട്ടായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആതിഥേയ കമ്മിറ്റിയിൽ അംഗമായി നിന്നുകൊണ്ട് പല അതിഥികളെയും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത്രയും പഴക്കമുള്ള സ്ഥാപനമാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായി ചേർത്ത് വെച്ച ഒരു സ്ഥാപനമാണ്. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ തരണം ചെയ്ത് ഇന്ന് ഈ വിധത്തിലെത്തി. ഭൗതിക സൗകര്യങ്ങളൊക്കെ നന്നായി, അക്കാദമിക് നിലവാരവും മെച്ചപ്പെട്ടു. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്രയും മനോഹരമായ ഒരു കുന്നിൻപുറം ഒരു സ്കൂളിനുണ്ടാവില്ല എന്നതാണ് എൻ്റെ വിചാരം. ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് സന്തോഷപൂർവ്വം ഒരുപാട് നേരം ഇതിൻ്റെ ചുറ്റുപാടും പുഴയും ഈ കുന്നും ഇതിൻ്റെ സൗന്ദര്യവും എല്ലാം ധാരാളം അനുഭവിക്കുകയും അതിനെപ്പറ്റിയൊക്കെ ആസ്വദിക്കുകയും ചെയ്ത ആൾക്കാരാണ്. ഈ സ്കൂളിൻ്റെ പുരോഗതിയിലും സന്തോഷമുണ്ട്. കാരണം ഇത് സ്ഥാപിച്ച ആളുകൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഈ മപ്രം എളമരം എടവണ്ണപ്പാറ എന്നൊക്കെ പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുറച്ച് സ്ഥാപനങ്ങളും മറ്റും ഉണ്ടാക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് വലുതായി ഈ വാഴക്കാട് പഞ്ചായത്തിൽ മൊത്തത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളുണ്ടായി വന്നു. കോളേജുകളും ടെക്നിക്കൽ സ്ഥാപനങ്ങളും ITIയും അങ്ങനെ തുടങ്ങി എല്ലാം ഇവിടെയായി. അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിച്ച ആളുകളിൽ മുൻപന്തിയിൽ നിന്നവരാണ് നിങ്ങളൊക്കെ. ഇപ്പോൾ ടീച്ചർ ഇവിടുന്ന് യാത്രയയപ്പ് നൽകുകയാണ്. ഞാൻ ഇതിന് വരുന്ന സമയത്ത് ഈ ടീച്ചറുടെ ഒരു പശ്ചാത്തലം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇങ്ങനെ നമ്മൾ റിട്ടയർ ചെയ്യുന്ന യാത്രയയപ്പ് നൽകുന്ന മേഴ്സി ടീച്ചർ ഏത് വിധത്തിലെല്ലാമാണ് പ്രവർത്തനം നടത്തിയത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് അവരെ അറിയാം. അതിൻ്റെ പുറമെ അവർ ചെയ്ത പ്രവർത്തനങ്ങളെപ്പറ്റിയും ചോദിച്ച് ഞാനിങ്ങോട്ട് മീറ്റിങ്ങിൽ വരുന്നതിന് മുമ്പൊക്കെ ധാരാളം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ടീച്ചറാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഇത്രയും കൊല്ലം സേവനം അനുഷ്ഠിച്ച് പോകുന്ന സമയത്ത് ടീച്ചർ പോകുന്നത് ഈ ഇത്രയും അവരെ സ്നേഹിച്ച ഒരു ജനതയിൽ നിന്നും അവർ സ്വാഭാവികമായിട്ടും റിട്ടയറായി പോകുന്നത് ദുഃഖകരമായ ഒരു സംഗതിയാണ്. എന്നാൽ തന്നെ താനാക്കി വലിയ തോതിൽ ബഹുമാനിച്ച് സ്നേഹിച്ച് കൊണ്ടു നടന്ന ആൾക്കാർ ഇത്രയും ഉജ്ജ്വലമായൊരു സ്വീകരണം നൽകി ആ യാത്രയയപ്പ് നൽകുന്നത് അവർ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തിയുടെ ഏറ്റവും വലിയ അംഗീകാരമാണ്. ലോകത്ത് പല ജാതി സംഗതികളുമുണ്ട്, പ്രൊഫഷൻസ് ഉണ്ട്.
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഡോക്ടർ ആവട്ടെ, എൻജിനീയർ ആവട്ടെ, അഡ്വക്കേറ്റ് ആവട്ടെ, അങ്ങനെ പല പല പ്രൊഫഷനുണ്ട്. ലോകത്തിൽ നോബലസ്റ്റ് പ്രൊഫഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു സംഗതി, പരിപാവനമായ പ്രൊഫഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം അധ്യാപകനാകുക, അധ്യാപികയാകുക എന്നുള്ളതാണ്. അതിനേക്കാൾ പവിത്രമായ മറ്റൊരു ജോലി ചെയ്യാൻ എൻ്റെ പിതാവ് മാഷായിരുന്നു എന്ന് മാത്രമല്ല, എൻ്റെ പിതാവ് ഹെഡ് മാഷായിരുന്നു. അപ്പോൾ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം അത്രയും നല്ലൊരു ദൗത്യം ഏറ്റെടുത്ത് നാട്ടുകാരുടെ സ്നേഹം അതിൽ ഏറ്റവും മാക്സിമം അതിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞ ടീച്ചർ കൊണ്ടാകട്ടെ, PT ആവട്ടെ, കുട്ടികളാകട്ടെ, സഹപ്രവർത്തകന്മാരാകട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത്രയും നല്ലൊരു തൊഴിലിൽ നിന്ന് വിരമിക്കുന്നു എന്നത് ഒരു ദൈവാനുഗ്രഹമാണെന്ന് കൂടി ഞാൻ കാണുകയാണ്. ടീച്ചറുടെ ഭാവി ജീവിതത്തിലും ഐശ്വര്യസമ്പൂർണ്ണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ മുഖത്ത് കാണുന്ന ഈ പ്രസാദാത്മകത്വം അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ള കാലഘട്ടത്തിലുമൊക്കെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ സ്കൂളിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് സാധിക്കും. ഒരു കാര്യത്തിൽ സാധിക്കില്ല, പഠിക്കുക, പഠിപ്പിക്കുക. ഈ കാര്യം നിങ്ങൾ തന്നെ സ്വയം ചെയ്യേണ്ടതാണ്. നല്ല റെക്കോർഡുണ്ടാവട്ടെ, നല്ല നിലയിൽ ആളുകൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ അംഗീകരിക്കുന്ന വിധത്തിൽ അത് രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മയും നടന്നുകൊണ്ട് ടീച്ചർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ആദരണീയനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ മുസമ്മിൽ, ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമുക്കേവർക്കും പ്രിയപ്പെട്ട ശ്രീ ടി മുഹമ്മദ് ബഷീർ സാഹിബ് MP, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭയായ ഉപാധ്യക്ഷയും എൻ്റെ സഹപ്രവർത്തകയുമായ ശ്രീമതി ഷമീന സലീം, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ സുഹൃത്ത് ശ്രീ പുളിയേക്കൽ അബൂബക്കർ, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന സഹപ്രവർത്തക ശ്രീമതി ഷരീഫ ചിങ്ങംകുളം, പ്രിയപ്പെട്ട സുഹൃത്തും BTMO UP സ്കൂളിലെ പ്രധാനാധ്യാപകനുമായ ശ്രീ OM നൗഷാദ് മാസ്റ്റർ, എത്തിങ്കാന സെക്രട്ടറിയും സഹപ്രവർത്തകനുമായ ശ്രീ KV മുഹമ്മദ്, MPTA പ്രസിഡന്റ് ശ്രീമതി സുമയ്യ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ KT ഷിഹാബ്, SMC വൈസ് ചെയർമാൻ ശ്രീ മുനീർ വളക്കണ്ടത്തിൽ, സ്കൂൾ ലീഡർ കുമാരി നേഹ നഫീസ, നമ്മുടെ സ്കൂളിൽ നിന്നും ഇന്ന് യാത്രയപ്പ് ഏറ്റുവാങ്ങിയ, ഏറെക്കാലം ഈ സ്കൂളിൽ അധ്യാപികയായി പ്രധാനാധ്യാപികയായും ഒക്കെ ജോലി ചെയ്ത ശ്രീമതി മേഴ്സി ജോർജ്, നമ്മുടെ SMCയുടെ ചെയർമാനും ഈ സംഘാടക സമിതിയുടെ ട്രഷററുമായ ശ്രീ KP സലീം, അതിലുപരി നമ്മുടെ
ബഷീർ മാഷ് പോയോ? ബഷീർ മാഷ് ഉണ്ടായിരുന്നു ഇവിടെ, അദ്ദേഹം പോയി എന്ന് കരുതുകയാണ്. മറ്റ് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ഡെൽറ്റ ഷഹീർ ബാബു അടക്കമുള്ള ഒരുപാട് പേരിവിടെയുണ്ട്. അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥിനികൾ. ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം, ഒരുപാട് നേരം കാത്തിരുന്നതിൻ്റെ ഒരു മുഷിപ്പ് എല്ലാവരുടെ മുഖത്തുമുണ്ട്. മാത്രമല്ല, ആ കാത്തിരിപ്പിൻ്റെ തീവ്രത എത്ര വലുതാണ് എന്നുള്ളത് കഴിഞ്ഞ 1.5 മണിക്കൂർ മുന്നേ ഞാനും ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരുന്നതാണ്. ബഷീർ സാഹിബിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം എവിടെ എത്തിയെന്ന് നിരന്തരമായി 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് മുസമ്മിൽ ഇങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ്. ഒരു കല്യാണം നടത്തുന്ന, കല്യാണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ആ വീട്ടുകാരൻ്റെ ഒരു മാനസികാവസ്ഥയാണ് എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത്. അത്രമേൽ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുത്തിട്ടുള്ള സ്ട്രെയിന് എനിക്കറിയാവുന്നതാണ്. ബഷീർ സാഹിബ് മറ്റു പല പരിപാടികളും ഉള്ളത് കൊണ്ടാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മരണ വീട്ടിലൊക്കെ പോകേണ്ടി വന്നതുകൊണ്ടാണ് വൈകിപ്പോയത്. ഏതായാലും അവസാനമാണെങ്കിൽ കൂടി ഈ വാർഷിക ചടങ്ങിനെ ഏറെ പ്രശംസിക്കുന്ന വിധത്തിൽ, അതിലുപരി ഇവിടെ നിന്ന് യാത്രയപ്പ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട മേഴ്സി ടീച്ചറുടെ ചുമതലാ നിർവഹണത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ബഷീർ സാഹിബ് ഇവിടെ നിന്ന് നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടുള്ളത്. എളമരം ഗവൺമെൻറ് LP സ്കൂള് നമുക്കറിയാം. നേരത്തെ തന്നെ ഞാനിവിടെ 1-2 പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. മെമ്പറൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ, സലീമാഷക്കുള്ള ഒരു സമയത്ത്. നല്ല ഒരു ഗ്രേഡുള്ള ഒരു വിദ്യാലയമാണ് നമ്മുടെ ഈ ഗവൺമെൻറ് LP സ്കൂള്. പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും നന്നായി മികവ് പുലർത്തുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുള്ള ഒരു കലാലയം. അരനൂറ്റാണ്ട് കാലം എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാലഘട്ടമാണ്. 50 ആണ്ടുകൾ ഈ വിദ്യാലയം പിന്നിടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒട്ടേറെ വ്യക്തികളുടെ സവിശേഷമായ ചുവടുവെപ്പുകൾ നടത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ആദ്യാക്ഷരം കുറിക്കാൻ അവർക്ക് അവസരം നൽകിയ ഒരു കലാലയമാണ് എളമരം ഗവൺമെൻറ് LP സ്കൂൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച് പടിയിറങ്ങിപ്പോയ പലരും നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളവരാണ്. ഉന്നതമായ മേഖലകളിൽ ജോലിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. അങ്ങനെ ഒട്ടേറെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ ഒരു വിദ്യാലയം എന്ന ഖ്യാതി കൂടിയും എളമരം ഗവൺമെൻറ് LP സ്കൂളിനുണ്ട് എന്ന് എടുത്തു പറയേണ്ടതാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗം പാടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളൊന്നും പഠിച്ചു വളർന്ന കാലത്തിലല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. നമ്മളെക്കാൾ കാലിബറുള്ള, നമ്മളെക്കാൾ കൂടുതൽ ചിന്താശേഷിയുള്ള, നമ്മളെക്കാൾ കൂടുതൽ വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ
ഗ്രാഹ്യമുള്ള വിദ്യാർത്ഥികളാണ് ഇന്ന്, ചെറിയ കൊച്ചു കുട്ടികൾ പോലും എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ ടെക്നോളജിയുമായിട്ടാണ് അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വർത്തമാന പത്രങ്ങൾ എല്ലാവരുടെയും കയ്യിൽ കിട്ടിക്കാണും. ഇന്ന് രാവിലെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം, ഞാൻ നമ്മുടെ സെക്രട്ടറിയുടെ കൂടെ റസാഖുണ്ടായിരുന്നു. ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. എന്നെ വിളിച്ച ആൾ പറഞ്ഞൊരു കാര്യം, അല്ല വലിയ ബുദ്ധിമുട്ടാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല നോട്ടുകളൊക്കെ നിരോധിക്കുകയാണല്ലോ, അപ്പോൾ ഇനി ആ വിളിച്ച ആൾ ഒരു കുറിയൊക്കെ തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത മാസം മുതൽ കുറി തുടങ്ങണമെന്ന് കരുതിയതാണ്. പക്ഷെ കറൻസി കംപ്ലീറ്റ് നിരോധിക്കാൻ പോവുകയാണ്. കറൻസിക്ക് പകരം ഡിജിറ്റൽ കറൻസി വരാൻ പോവുകയാണ്. ഏപ്രിൽ 1 മുതൽ അത് നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടല്ലോ പത്രത്തിൽ. അപ്പോൾ ഭാഗ്യവശാൽ ഞാൻ സാധാരണ രാവിലെ ഈ പത്രത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെ വായിച്ച് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകല. കാരണം എന്താണെന്ന് വെച്ചാൽ വർത്തമാന പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ അത്രയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരാറുണ്ട്. അപ്പോൾ ഇന്ന് എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളെല്ലാവരും അധിക സമയം വായനക്ക് കൊടുക്കാറില്ല. നമുക്ക് ഒഴിവ് കിട്ടുന്ന സാവകാശമുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ഈ സെൽഫോണിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, ആൻഡ്രോയിഡ് ഫോണായിരിക്കും എല്ലാവരുടെ കയ്യിലും, അല്ലെങ്കിൽ ആപ്പിൾ പോലെയുള്ള ഫോണുകളിൽ നിന്ന് ഇതൊക്കെ വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്ന സമയം, പണ്ടത്തെ പോലെ രാവിലെ എണീറ്റിട്ട് നമ്മൾ പത്രം പാരായണം ചെയ്യുന്ന ആ രീതിയൊന്നും ഇപ്പോൾ അധികം ആളുകൾക്കില്ല. പക്ഷേ ഈ തലക്കെട്ട് കണ്ടപ്പോൾ ആദ്യം എന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, പിന്നെ ആഴിയുടെ കടലിൻ്റെ അകത്ത് ആളുകൾ താമസിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടിയുള്ള ഒരു വാർത്ത ഉണ്ട്. അപ്പോൾ അതൊരു അത്ഭുതമുള്ളതാക്കുന്ന വാർത്തയായതുകൊണ്ട് ഞാനതൊന്ന് ശ്രദ്ധിച്ചു. തലക്കെട്ട് മാത്രമല്ല, എന്താണത് കാര്യം എന്നുള്ളത് നിലക്ക് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴെയാണ് നോട്ടുകളെ നിരോധിക്കുന്നു, കറൻസി, ഡിജിറ്റൽ കറൻസി വരുന്നു എന്നുള്ള വാർത്ത കാണുന്നത്. അപ്പോൾ ഞാനതൊന്ന് സൂക്ഷ്മമായി വായിച്ച സമയത്ത് അതിൽ മുഖ്യമന്ത്രിയുടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരും അതുപോലെ തന്നെ അനുബന്ധമായ കുറേ ആളുകളുടെ പേരൊക്കെ വരും. നൈന കോശിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ വർഷം കഴിഞ്ഞാൽ വരാൻ പോകുന്ന നമ്മുടെ ലോകക്രമത്തെക്കുറിച്ച് അതിലേക്ക് സജ്ജരാകാൻ വിദ്യാർത്ഥി സമൂഹത്തെ ക്ഷണിക്കുന്ന ഒരു എറണാകുളം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യമാണ് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ പത്രങ്ങളുടെയും മുൻപേജിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ വായിച്ചതുകൊണ്ട് ഞാൻ എന്നെ ഫോൺ വിളിച്ച ആളോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, അവിടേക്ക് എത്താൻ ഇനിയും ഒരു 25 കൊല്ലം കൂടി കാത്തിരിക്കണം. അപ്പോൾ അതെന്താ, ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പത്രത്തിൻ്റെ ഡേറ്റ് കൊടുത്ത മുകൾ ഭാഗത്ത് 2050 എന്നുകൂടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞതാണ്. ഞാനിത് സൂചിപ്പിച്ചൊരു കാര്യം, 25 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പരസ്യമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അത്രമേൽ വലിയ മാറ്റം ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, AI രക്ഷിച്ചു എന്ന്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി ഒരുപാട് ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. നമ്മുടെ പുത്തുമലയിലും അതുപോലെ തന്നെ ഇപ്പോൾ ചൂരൽമലയിലും ഒക്കെ അവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ, ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ധാരാളം ആളുകൾ, ഇനിയും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ട ആളുകളുടെ കഥകളും കഥനകഥകളും കാര്യങ്ങളൊക്കെ അറിയുന്ന നമ്മുടെ മുന്നിൽ ഈ പത്രം പറയുകയാണ്, ഒരു പ്രദേശത്തെ ആളുകൾ മുഴുവൻ രക്ഷപ്പെട്ടു. എങ്ങനെയെന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി അവിടെ ഈ ലാൻഡ് സ്ലൈഡിങ്, മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിഞ്ഞു, അറിയാൻ കഴിഞ്ഞു. അതുവഴി അവിടെയുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്തയും ആ പത്രത്തിലുണ്ട്. അപ്പോൾ അത്രമേൽ സാങ്കേതിക വിദ്യ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം, ആ ഓളം വിദ്യാഭ്യാസ രംഗത്ത് നമുക്കിപ്പോൾ കാണാൻ കഴിയും. നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 ഈ പത്രത്തിൽ പറഞ്ഞ് 25 കൊല്ലമൊന്നും അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പക്ഷേ സമഗ്രമായ മാറ്റത്തിന് ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ നമുക്കറിയാം
വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വരും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണം എന്ന് ഒരു വിദ്യാലയത്തിലെ യാത്രയപ്പ് വേള എന്നതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൂടിയിരിക്കുന്ന ഒരു വേദിയായതുകൊണ്ട് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളോട് ഇവിടെ നിന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാത്രം യാത്ര പറയുന്ന ശ്രീ മേഴ്സി ടീച്ചർ ഇനിയും ഈ സ്കൂളിൽ വരാകാൻ, ഞാനിപ്പോൾ പിന്നെ ഇന്നലെ താഹിർ മാസ്റ്റർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് വിരമിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് കുട്ടികളെ കൂടെ മൈസൂരിൽ ടൂറ് പോയിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി കഴിഞ്ഞ ഞങ്ങളെ പഞ്ചായത്ത് അവിടെ സ്പോർട്സ് ഫെസ്റ്റ് നടത്തിയപ്പോൾ ആ സ്പോർട്സ് ഫെസ്റ്റിൻ്റെ സംഘാടകരായിട്ടുണ്ടായിരുന്നത് താഹിർ മാസ്റ്ററാണ്. അങ്ങനെ ആരോഗ്യവും അതുപോലെ തന്നെ ആവേശവും ഒന്നും ചോരാത്ത ആളുകൾക്കൊക്കെ ഇതുപോലെ ഇനിയും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങിയാലും സ്കൂളിൽ വന്നും അതുപോലെ തന്നെ അനുബന്ധ പ്രവൃത്തികളിലൊക്കെ വ്യാപൃതരായി അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ സജീവ സാന്നിധ്യമായൊക്കെ നിൽക്കാൻ കഴിയും. അങ്ങനെ നിൽക്കുന്ന ഒരു ചടുലമായ വ്യക്തിത്വത്തിനുടമയായി ശ്രീ മേഴ്സി ടീച്ചർക്ക് മാറാൻ കഴിയട്ടെ. സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ സഹോദര സ്ഥാപനത്തിൻ്റെ പ്രധാനാധ്യാപകരായിരുന്നിട്ട് പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഞങ്ങളുടെ സഹൃദ പ്രവൃത്തിയെ ഇടം നേടിയ മേഴ്സി ടീച്ചർക്ക് PTMO UP സ്കൂൾ നൽകുന്ന ഉപഹാരം PTMO UP സ്കൂൾ പ്രധാനാധ്യാപകൻ നൗഷാദ് ഖേവ സമ്മാനിക്കുന്നു. എളമരം ഗവൺമെന്റ് LP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുളിയക്കൽ അബൂബക്കിന്റെ പരിശ്രമ ഫലമായി 5 ലക്ഷം രൂപ അനുവദിച്ചതിൽ സ്കൂളിന്റെ സ്നേഹ ആദരം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൽ ബ്ലോക്ക് മെമ്പർ അബൂബക്കർ നൽകി. നമ്മുടെ സ്കൂളിലേക്ക് വാഴക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ഷെരീഫ ചീങ്ങക്കുളത്തിര വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൗഷാദ് ഉപഹാരം സമ്മാനിക്കും. എളമരം ഗവൺമെന്റ് LP സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയിലും 51ാം വാർഷികത്തിലും യാത്രായപ്പ് സംഗമത്തിലും ശബ്ദം നൽകി ആഘോഷങ്ങൾ വർണ്ണാഭമാക്കിയ അനോഹരീയ ശബ്ദത്തിന്റെ ഉടമ ഷറഫ് അലി മാവൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിനുള്ള ഉപഹാരം സമ്മാനിക്കുന്നു. പ്രിയമുള്ളവരെ, അടുത്തായി ലിറ്റിൽ സ്റ്റാർ ടാലന്റ് എക്സാം വിന്നേഴ്സ് ആയിട്ടുള്ള LKG UKG വിദ്യാർത്ഥികൾക്കായുള്ള ഉപഹാര സമർപ്പണമാണ്. ആദ്യമായി UKG വിഭാഗത്തിൽ നിന്നും ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ഹുദ എന്ന വിദ്യാർത്ഥിനിക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് MK നൗഷാദ് അവരുടെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഹുദ UKG വിഭാഗത്തിൽ നിന്നും 1ാം സ്ഥാനം നേടിയിരിക്കുന്നു. അടുത്തതായി ഷസ KC UKGയിൽ നിന്നും സെക്കൻഡ് റാങ്ക് 2ാം റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിക്ക് ഉള്ള ഉപഹാര സമർപ്പണമാണ്. ഷസ KC UKG സെക്കൻഡ് റാങ്ക്. അടുത്തതായി LKGയിൽ നിന്നും 1ാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് സഹൽ എന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാര സമർപ്പണം. ശേഷം 2ാം റാങ്ക് കരസ്ഥമാക്കിയ LKG വിദ്യാർത്ഥിനി ഫാത്തിമ ലയ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി ടാലന്റ് എക്സാം എഴുതിയ LKG UKG വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. നേതൃത്വം നൽകുന്നത് ഷമീന സലീം, ഷെരീഫ ചിങ്ങംകുളത്തിൽ, അബൂബക്കർ പുളിയക്കൽ. എല്ലാ വിദ്യാർത്ഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ടാലന്റ് എക്സാം LKG UKG വിദ്യാർത്ഥികൾ. പ്രൗഢഗംഭീരമായ ഗോൾഡൻ ജൂബിലി ആഘോഷ വർഷത്തിന് ശേഷമുള്ള
എളമരം ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ അധ്യയന വർഷം അതിഗംഭീരമായി ജൂൺ 3-ാം തീയതി പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷെരീഫ ചിങ്ങംകുളത്തിലായിരുന്നു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. പ്രസ്തുത ചടങ്ങിൽ സിസ്കോ ചീനി ബസാർ കുട്ടികൾക്ക് മധുരം നൽകി. പരിസ്ഥിതി ദിനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. PTA പ്രസിഡന്റ് മുസമ്മിൽ മുഖ്യാതിഥിയായിരുന്നു. മാറിയ പാഠ്യപദ്ധതി വിനിമയത്തിനാവശ്യമായ പഠനോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ജൂൺ 12-ാം തീയതി സ്കൂളിൽ വെച്ച് രക്ഷിതാക്കളുടെ പങ്കാളിത്തത്തോടുകൂടി പഠനോപകരണ ശില്പശാല സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഊർജ്ജ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ഫിലിം, ചിത്രരചന തുടങ്ങി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയിലേക്ക് പുതിയ പുസ്തകങ്ങൾ കുട്ടികളുടെ സഹായത്തോടുകൂടി ശേഖരിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ ധനസഹായത്തോടുകൂടി നിർമ്മിച്ച ശുചിമുറിയുടെ ഉദ്ഘാടനം ജൂലൈ 7-ന് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു നിർവഹിച്ചു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷരീഫ ചിങ്ങംകുളത്തിൽ അധ്യക്ഷയായിരുന്നു. ഈ ഫണ്ട് ലഭ്യമാക്കാൻ ഏറെ പരിശ്രമിച്ച ബ്ലോക്ക് മെമ്പർ അബൂബക്കർ പുളിയേക്കലിന് ഈ അവസരത്തിൽ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നടന്ന പരിപാടികൾക്ക് ഹംസ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കഴിഞ്ഞ അധ്യയന വർഷം LSS നേടിയ മുഹമ്മദ് സിനാനെ അനുമോദിക്കുന്ന യോഗവും പഠന കിറ്റ് വിതരണവും ജൂലൈ 27-ന് സ്കൂളിൽ വെച്ച് നടന്നു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷരീഫ ചിങ്ങംകുളത്തിൽ, അൽബർഷ ഗ്രൂപ്പ് ചെയർമാൻ ലബീബ് അൽബർഷ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അന്ന് തന്നെ നടന്ന PTA ജനറൽ ബോഡി യോഗത്തിൽ മുസമ്മിൽ T പ്രസിഡന്റായും KP സലീം മാസ്റ്റർ SMC ചെയർമാനായും ശ്രീമതി സുമയ്യ MPTA പ്രസിഡന്റായുമുള്ള ഈ അധ്യയന വർഷത്തെ PTA, SMC, MPTA കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കീഴിൽ എല്ലാ മാസവും സാഹിത്യ സമാജങ്ങൾ നടന്നുവരുന്നു. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനിൽ 4-ാം ക്ലാസ്സിലെ നഹ നഫീസയെ സ്കൂൾ ലീഡറായും മുഹമ്മദ് റിസ്വാനെ ഡെപ്യൂട്ടി ലീഡറായും തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചർ പതാക ഉയർത്തി. PTA വൈസ് പ്രസിഡന്റ് ഷിഹാബ് മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ഓണാഘോഷം ലളിതമായി സ്കൂളിൽ വെച്ച് നടന്നു. ഒക്ടോബർ 10-ന് നടന്ന സ്കൂൾ കായികമേള SMC ചെയർമാൻ സലീം മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്ത സിസ്കോ ചീനി ബസാർ ക്ലബിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സിസ്കോ ക്ലബ്ബ് അംഗം നവാസ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് തല കായികമേള, കലാമേള തുടങ്ങിയവയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കായി വൈവിധ്യമാർന്ന പരിപാടികളോടെ ഈ വർഷത്തെ കേരള പിറവി ദിനം ആഘോഷിച്ചു. ഈ അധ്യയന വർഷത്തിലെ പഠനയാത്ര പെരിങ്ങളം മിൽമ പ്ലാന്റിലേക്കും കക്കാടംപൊയിൽ മൗണ്ടെയിൻ പാർക്കിലേക്കുമായി നടന്നു. അറബി ഭാഷാ ദിനത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സ്കൂളിൽ വെച്ച് നടന്നു. ഇതിലേക്ക് ആവശ്യമായ കേക്ക് പ്രധാനാധ്യാപിക മേഴ്സി ടീച്ചറുടെ വകയായിരുന്നു. ഇവ കൂടാതെ പഠനത്തിന്റെ ഭാഗമായി പലതര പ്രവർത്തനങ്ങളും ഈ വിദ്യാലയത്തിൽ നടന്നു. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ധനസഹായത്തോടു കൂടിയുള്ള സ്കൂളിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനായി നേതൃത്വം നൽകുന്ന വാർഡ് മെമ്പർ ഷെരീഫ ചിങ്ങംകുളത്തിനും പഞ്ചായത്ത് ഭരണസമിതിക്കും സ്കൂളിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ വിദ്യാലയത്തിന്റെ സർവ്വതോന്മുഖ പുരോഗതിക്ക് അകമഴിഞ്ഞ് സഹായിക്കുന്ന PTA ഭാരവാഹികൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും മികച്ച അക്കാദമിക സൗകര്യമുള്ള ഈ കൊച്ചു വിദ്യാലയം ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇനിയും ഏറെ മുന്നേറേണ്ടതുണ്ട്. സ്വന്തമായി ഒരു വാഹനം, സ്കൂളിന്റെ മുൻവശത്തെ സ്റ്റേജോടുകൂടിയ ഓഡിറ്റോറിയം, പെഡഗോഗി പാർക്ക് തുടങ്ങിയവ ഈ വിദ്യാലയത്തിന്റെ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങൾ പൂവണിയാൻ ജനപ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവിധ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിശിഷ്ടാതികൾ ബ്ലോക്ക് മെമ്പറുണ്ട്, വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ ഷെരീഫ മാഡം, മറ്റു എല്ലാ വിശിഷ്ടാതിഥികളും ഈ ചടങ്ങിന് ആശംസകൾ അറിയിച്ചതായി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചടങ്ങിന് മറുമൊഴിക്ക് വേണ്ടി നമ്മുടെ ഈ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപക കൂടിയായ നമ്മുടെ മേഴ്സി ടീച്ചറെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട മേഴ്സി ടീച്ചർ, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ പുത്തൂർ ദേശത്ത് ജോർജ് കുട്ടിയുടെയും തങ്കമ്മ ജോർജിന്റെയും മകളായി 1969 ജനനം. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം.
1984 ഉയർന്ന മാർക്കോടുകൂടി SSLC പാസ്സായ ടീച്ചർ 1986 കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി. തുടർന്ന് ദേവസ്വം ബോർഡ് കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നു. കൊല്ലം ജില്ലയിലെ ഇമാം ഹുസൈൻ മെമ്മോറിയൽ TTIയിൽ നിന്ന് 1989 TTC പഠനം പൂർത്തിയാക്കി. പിന്നീട് 4 വർഷം സ്വകാര്യ വിദ്യാലയങ്ങളിൽ അധ്യാപികയായി ജോലി ചെയ്തു. 1994 വിവാഹിതയായി. ചീക്കോട് ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന KK ജോർജ് മാസ്റ്ററാണ് ഭർത്താവ്. ടീച്ചറുടെ 2 പെൺമക്കളിൽ ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുകയും മറ്റൊരാൾ MTechന് പഠിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പെരുവയലിലാണ് ടീച്ചറും കുടുംബവും താമസിക്കുന്നത്. 1995 മാർച്ച് 8 മലപ്പുറം ജില്ലയിലെ മുതുവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൈമറി വിഭാഗം അധ്യാപികയായി സർവീസിൽ പ്രവേശിച്ചു. തുടർന്ന് 10 വർഷക്കാലം ചീക്കോട് ഗവൺമെന്റ് UP സ്കൂളിലും അതിനുശേഷം നീണ്ട 16 വർഷക്കാലം പണിക്കരപ്പുറായ ഗവൺമെന്റ് LP സ്കൂളിലും അധ്യാപികയായി ജോലി ചെയ്തു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്ന മേഴ്സി ടീച്ചർക്ക് 2021 ഡിസംബർ 9 നിലമ്പൂർ സബ് ജില്ലയിലെ മേപ്പാടം ഗവൺമെന്റ് LP സ്കൂളിൽ പ്രധാനാധ്യാപികയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 2022 ജൂലൈ 2 എളമരം ഗവൺമെന്റ് LP സ്കൂളിന്റെ അമരക്കാരിയായി. നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ ഭൗതികമായ പല നേട്ടങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ ടീച്ചർക്ക് സാധിച്ചു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കെട്ടിടത്തിന്റെ ഫിറ്റ്നസ്, ഇലക്ട്രിക് വർക്ക് സംബന്ധമായ കാര്യങ്ങൾക്കും നിരവധി ഓഫീസുകൾ കയറിയിറങ്ങി അവ നേടിയെടുക്കാൻ ടീച്ചർ അഹോരാത്രം പരിശ്രമിച്ചു. 1 ഏക്കറോളം വരുന്ന എളമരം ഗവൺമെന്റ് LP സ്കൂളിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് PTIയുടെ സഹായത്തോടെ ടീച്ചർ നടത്തിയ പരിശ്രമം വളരെ പ്രശംസനീയമാണ്. രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ വിദ്യാലയത്തെ ഹൈടെക് വിദ്യാലയമാക്കി മാറ്റാൻ ടീച്ചറുടെ നേതൃത്വത്തിലൂടെ സാധിച്ചു. പഞ്ചായത്ത് ഓഫീസുകൾ നിരന്തരം കയറിയിറങ്ങി സ്കൂളിന്റെ ചുറ്റുമതിൽ എന്ന ആവശ്യത്തിന് തുടക്കം കുറിക്കാനും ടീച്ചറുടെ സർവീസ് കാലഘട്ടത്തിൽ സാധിച്ചു. വിദ്യാലയത്തിൽ എത്തുന്നവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ടീച്ചർ രക്ഷിതാക്കളുമായി വിദ്യാലയത്തിന് മികച്ച ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വിജയിച്ചു. 3 പതിറ്റാണ്ട് കാലത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും മാർച്ച് 31 വിരമിക്കുന്ന മേഴ്സി ടീച്ചർക്ക് എളമരം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും സാമൂഹ്യ സേവന രംഗങ്ങളിൽ ഇടപെടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ആദരണീയനായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MB IT മുഹമ്മദ് ബഷീർ സാഹിബ്, നമ്മുടെ മുഖ്യാതിഥിയായിരിക്കുന്ന വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK നൌഷാദ്, ഇവിടെ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഷമീന സലീം, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് മെമ്പർ പുളിയക്കൽ അബൂബക്കർ സാഹിബ്, നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ഷരീഫ ചിങ്ങംകുളം, UP സ്കൂളിലെ നൌഷാദ് മാസ്റ്റർ, KV മുഹമ്മദ് എത്തിങ്കാന മാനേജിംഗ് സെക്രട്ടറി, PMDA പ്രസിഡന്റ്, PTA വൈസ് പ്രസിഡന്റ് മുനീർ, വളക്കണ്ടത്തിൽ SMC ചെയർമാൻ PK സലീം മാഷ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന നാട്ടുകാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതൊരു വല്ലൊരു മുഷിപ്പായിട്ട് തോന്നും. എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. ഈ 2022 ജൂലൈ 2 ഞാൻ ഈ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചത്. അപ്പോൾ ഇവിടെ എനിക്ക് മുന്നേ പ്രവർത്തിച്ച നമ്മുടെ മുൻ പ്രധാന അധ്യാപകൻ കൃഷ്ണൻകുട്ടി മാഷയുടെ നേതൃത്വത്തിൽ അന്നത്തെ PTA കമ്മിറ്റിയും അതിന് മുൻപ് അന്നത്തെ വാർഡ് മെമ്പറും എല്ലാവരും ചേർന്ന് പ്രയത്നിച്ച് ഈ സ്കൂളിനൊരു തുടക്കം കുറിച്ച ആ സമയത്താണ് ഞാനിവിടെ വന്നത്. അതിനുശേഷം ഈ സ്കൂളിന് ഈ നിലയിൽ എത്തിക്കാൻ വേണ്ടി എന്നോടൊപ്പം പ്രവർത്തിച്ചത് ഈ PTA കമ്മിറ്റിയും ഈ നാട്ടുകാരും ഈ എല്ലാവരും ചേർന്നിട്ടാണ്. അവരെ നന്ദിപൂർവ്വം ഞാനിപ്പോൾ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഇത്രയും ഹൃദ്യമായ ഊഷ്മളമായ ഒരു യാത്രയപ്പ് ഇത്ര വിപുലമായി നടത്തിയത് ഇവിടുത്തെ PTA കമ്മിറ്റി, മുസമ്മിൽ വാഴക്കാടിൻ്റെ നേതൃത്വത്തിലുള്ള PTA കമ്മിറ്റി, KP സലീം മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള SMC കമ്മിറ്റി, നമ്മുടെ സുമയ്യയുടെ നേതൃത്വത്തിലുള്ള MBTA കമ്മിറ്റി, SSG
അങ്ങനെ എൻ്റെ സഹപ്രവർത്തകർ ഇവരെല്ലാവരും ദിവസങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്രയും നല്ലൊരു യാത്രയയപ്പ് ഇവിടെ നടത്തി തന്നത്. അതിലൊക്കെയുള്ള ഏറ്റവും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്, കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും കുറഞ്ഞ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ഈ രീതിയിലൊരു യാത്രയയപ്പ് നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വളരെയേറെ കഠിനാധ്വാനം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇവിടെ പലരും നമുക്ക് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, അവരെയൊക്കെ ഈ സമരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ കെട്ടിടം നമ്മൾ പണിയാനായി ഇരുന്ന സമയത്ത് നമുക്ക് സ്കൂളിന് പ്രവർത്തിക്കാനുള്ള അനുവാദം തന്നത് നമ്മുടെ എത്തിങ്ങാന മാനേജ്മെൻറ്റാണ്. ആ എത്തിങ്ങാന മാനേജ്മെൻറ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്ത സ്ഥാപനങ്ങളായ UP സ്കൂള്, അംഗനവാടി, അവിടുത്തെ സ്റ്റാഫുകൾ നമുക്ക് ചെയ്തു തന്ന സഹകരണങ്ങൾക്ക് ഒക്കെ നന്ദി അറിയിക്കുന്നു. ഒരു നന്ദി പ്രസംഗമായിട്ടൂടെ കണ്ടാൽ മതി മറുമൊഴിയെ. നിങ്ങൾ ഏവരും എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചത് നമ്മുടെ 3 വർഷം കൊണ്ടുള്ള ഈ PTA കമ്മിറ്റിയാണ്. നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഹയാത്തിലെ മുസ്തഫ സാറ്, അതേപോലെ തന്നെ നമ്മുടെ പൂർവ്വ അധ്യാപകർ, പിന്നെ നിലവിലുള്ള അധ്യാപകർ എല്ലാവരും ചേർന്നിട്ടാണ് ഈ സ്കൂളിനെ ഹൈടെക് ആക്കാൻ സാധിച്ചത്. അതേപോലെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നമുക്ക് സ്കൂളിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും, കുട്ടികൾക്കുള്ള കസേരകളായാലും വലിയ ടീച്ചേഴ്സിനുള്ള കസേരകളായാലും ഒക്കെ തന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏറെ സഹായിച്ചിട്ടുള്ള നമ്മുടെ PTA, MBTA, SSG അവരെ എല്ലാവരെയും ഞാനിപ്പോൾ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഈ സഹായങ്ങളൊക്കെ ചെയ്തു തരുമ്പോഴും അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ കഴിയാം. അത് എത്രത്തോളം വിജയിച്ചു എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഒരു പ്രധാനാധ്യാപക എന്ന നിലയിൽ എനിക്ക് ആവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതലായി ഒന്നുമില്ലെങ്കിലും അതൊക്കെ എല്ലാവരുടെയും സഹകരണത്തോടെ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ കൂട്ടായ ഒരു സഹകരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനെ എന്നെ സഹായിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും, നാട്ടുകാരെയും, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾ, ഫുൾ സപ്പോർട്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതേപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഇവിടെ കൂടുതൽ ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്ന് കൂടുതലായിട്ട് അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ പുളിയക്കൽ അബൂബക്കർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഇതിനൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി ഷരീഫ ചിങ്ങംകുളം ഈ 3 വർഷക്കാലവും ഓരോ സമയങ്ങളിലും പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട ഓരോ ഫണ്ടുകൾ നമ്മുടെ സ്കൂളിന് വേണ്ടി തന്ന് ഇപ്പോഴും ആ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അത് പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർക്ക് 1000 നന്ദി അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സ്കൂളിൻ്റെ കാര്യങ്ങളിൽ നമ്മളോടൊപ്പം നിന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എല്ലാവരെയും ഈ തരുണത്തിൽ ഞാൻ ഓർക്കുന്നു. ആരെങ്കിലും പേര് പറഞ്ഞ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. എല്ലാവരും ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരു വിദ്യാലയം അതിൻ്റെ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. സ്റ്റാഫും PTA-യും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അത് ഇവിടെ പ്രാബല്യമായിട്ടുണ്ട്. ആ 2 വശങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടുമാണ് നമ്മുടെ വിദ്യാലയം ഇന്ന് ഈ ഭൗതിക സാഹചര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഇനിയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അപ്പം ഇനി നമ്മുടെ നാട്ടുകാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇത്രയും ഭൗതിക സാഹചര്യങ്ങളുള്ള ഈ പൊതുവിദ്യാലയം ഇനിയും മുന്നോട്ട് വളരെ അഭിവൃദ്ധിപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇവിടെ ചേർത്തുകൊണ്ട് പുതിയ അധ്യയന വർഷത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ചേർത്തുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാക്കണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രയത്നിക്കണം. അതിന് നിങ്ങളെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. അപ്പോൾ എല്ലാ പിഞ്ചു മക്കൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പിഞ്ചു മക്കൾ, അവരെ ഞാൻ ഹാർദവമായിട്ട് അഭിനന്ദിക്കുന്നു. ഇവിടെ സമ്മാനത്തിന് അർഹരായവർ, ബെസ്റ്റ് പെർഫോമർ, പ്രീ പ്രൈമറി സ്കോളർഷിപ്പ് നേടിയവർ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ 30 വർഷക്കാലം എനിക്ക് ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ സംതൃപ്തമായൊരു ജോലിയാണ് ഞാൻ ചെയ്തത്.
കാരണം ഞാൻ അധ്യാപികയാകണമെന്ന് ആഗ്രഹിച്ച് വന്നൊരു ആളാണ്. അധ്യാപിക ആയ സമയത്ത് വളരെ സംതൃപ്തിയോടെ ചെയ്തൊരു ജോലിയാണ്. പിന്നെ പ്രധാന അധ്യാപകയായപ്പോൾ അത്രയും സംതൃപ്തി കിട്ടിയോ എന്നെനിക്കൊരു സംശയമുണ്ട്. എങ്കിലും എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഒരളവ് വരെയെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ അത് ഫുൾ സംതൃപ്തിയിലേക്കോ അല്ലെങ്കിൽ 100% വിജയത്തിലേക്കോ ഒരിക്കലും എത്തിയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള മാർച്ച് 31 പടിയിറങ്ങുമ്പോൾ ഈ വിദ്യാലയം ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് പോകണം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഉന്നതി കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ എനിക്കൊരു പിന്നെ നിങ്ങളുടെ ഒരു സഹകരണം വേണം. അതോടൊപ്പം തന്നെ ഈ 31 വർഷക്കാലം ഈ മലപ്പുറം ജില്ലയിലാണ് ഞാൻ ജീവിച്ചത്. സ്വന്തം നാട്ടിൽ ജീവിച്ചതിനേക്കാളും ഏറെ വർഷങ്ങൾ ഈ മലപ്പുറം ജില്ലയിൽ ജീവിച്ചു. ഈ നാടിൻ്റെ സ്നേഹാദരവും നമ്മുടെ പിന്നെ ആതിഥ്യ മര്യാദയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകളും ആയിട്ടുള്ളൊരു ബന്ധം അനുഭവങ്ങളും വളരെയേറെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. കാരണം ഞാൻ ചീക്കോടാണ് 10 വർഷം താമസിച്ചത്, ഒരു തങ്ങളുടെ വീട്ടിൽ. അവിടെ ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞത്. അതേപോലെ ഈ നാട്ടിലുള്ള നമ്മൾ പഠിപ്പിച്ച കുട്ടികളായാലും രക്ഷിതാക്കളായാലും അവരുടെയൊക്കെ സ്നേഹവും ആദരവും കാണുമ്പോൾ നമുക്കിവിടെ തന്നെ നിന്നാൽ മതി, നാട്ടിലേക്ക് പോകണ്ട എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. കാരണം 10-30 മുന്നേ 30 വർഷം കൊണ്ട് പഠിപ്പിച്ച മക്കൾ ജീവിതത്തിൻ്റെ വലിയ മേഖലകളിലൊക്കെ എത്തിയിട്ട് എവിടെ നിന്നെങ്കിലും നമ്മളെ കാണുമ്പോൾ ആ ടീച്ചർ എന്നെ 1 പഠിപ്പിച്ചാണ് അല്ലെങ്കിൽ 2 പറഞ്ഞ് ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ബാങ്കിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അധ്യാപകരുണ്ട്, ഡോക്ടറായവരുണ്ട്, എഞ്ചിനീയർ ആയവരുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവരൊക്കെ വന്ന് നമ്മളെ അടുത്ത് വന്ന് സന്തോഷത്തോടെ ടീച്ചർ എന്നെ 1 പഠിപ്പിച്ചതാണ്, 2 പഠിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ ഒരു ആത്മസംതൃപ്തിയാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ആദരവ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ആദരവ് എനിക്ക് ധാരാളമായി കിട്ടിയിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ലയെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമാണ് എനിക്കുള്ളത്. അതിൻ്റെയൊക്കെ കാരണക്കാരായ എല്ലാവരെയും ഞാൻ ഈ തരുണത്തിൽ ആദരപൂർവ്വം ഓർക്കുകയും അവർക്കുള്ള നന്ദി അറിയിക്കുകയും ചെയ്യാണ്. അതോടൊപ്പം ഇപ്പം തന്നെ വളരെ വൈകിയതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നെ വ്യക്തിപരമായി ആരെങ്കിലും എന്നോട് സഹകരിച്ച് എനിക്ക് സഹായങ്ങൾ തന്ന് എനിക്ക് സകല പിന്തുണകൾ തന്ന എല്ലാവരും ഇവിടെ വേദിയിലുണ്ടാകാം, അല്ലെങ്കിൽ പുറത്തുണ്ടാകാം. അതേപോലെ പുറത്ത് പറയാൻ ഞാൻ വിട്ടുപോയത്, നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദിനാചരണങ്ങളായാലും പിന്നെ സ്പോർട്സ് ആയാലും ഒക്കെ നമുക്ക് പിന്തുണയും സഹായവും തന്ന് പ്രവർത്തിച്ച ചീനി ബസാറിലെ സിസ്കോ ക്ലബ്ബ് കമ്മിറ്റി അംഗങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് പറയാതെ പോയാൽ വലിയൊരു തെറ്റാണെന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ സ്കൂളിന് ഏത് കാര്യം പറഞ്ഞാലും അവരിൽ നിന്ന് നമുക്കൊരു സഹായം ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ 3 വർഷക്കാലം ഞാനിവിടെ സേവനം ചെയ്ത് മാർച്ച് 31 ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെയാണ് ഞാൻ ഇറങ്ങുന്നത്. നിങ്ങളേവരും ചെയ്തു തന്ന സഹായ സഹകരണങ്ങൾക്കും എൻ്റെ സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയ്ക്കും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും എല്ലാ സ്നേഹാദരങ്ങൾക്കും ഇന്ന് തന്ന യാത്രയപ്പിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചർ. നമ്മുടെ ഈ യാത്രയപ്പ് സംഗമത്തിൻ്റെ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെവരും ടീച്ചർക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ വിശിഷ്ടാതിഥികളായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്, ബ്ലോക്ക് മെമ്പർ ഉണ്ട്, നേരത്തെ തന്നെ എത്തിയ നമ്മളെ വാർഡ് മെമ്പർ ഉണ്ട്. അവരൊക്കെ പിന്നെ ആശംസകൾ അറിയിച്ചതാണ്. അവരൊക്കെ പ്രസംഗിക്കാതെ നിങ്ങളുടെ വിലയേറിയ സമയം കവർന്നെടുക്കുന്നില്ല. ഈ യാത്ര മംഗളം ടീച്ചർക്കുള്ള ഈ യാത്രയപ്പിന് നന്ദി. ഈ ചടങ്ങോടെ ഔദ്യോഗികമായ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവിടെ നിങ്ങളേവരും പ്രതീക്ഷിച്ചിരിക്കുന്ന മ്യൂസിക് നൈറ്റാണ് ആരംഭിക്കുന്നത്. ഈ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ ഈ സ്കൂളിൻ്റെ SMC ചെയർമാൻ ഈ പരിപാടി ഇത്തരത്തിലുള്ളൊരു പരിപാടി അവതരിപ്പിക്കുന്നതിന് നമ്മൾ ഒരു ദിവസം വിചാരിച്ചാൽ നടക്കില്ലല്ലോ. ഇത് ഒരുപാട് ദിവസത്തെ പ്രയത്നമാണ്. പലരും സൂചിപ്പിച്ചതുപോലെ ഇതിന് മുന്നിൽ പലരുണ്ട്. പക്ഷേ ഇതിന് SMC ചെയർമാന് ഒരുപാട് പിന്തുണ തന്നിട്ടുണ്ട്. ഏത് സമയവും മൂപ്പരൊരു സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്, മറ്റൊരു സ്കൂളിലെ അധ്യാപകനാണ്. നമ്മൾ പറഞ്ഞാൽ തീരില്ല. പറഞ്ഞ് നിങ്ങളെ വിലയേറിയ സമയം എടുക്കുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്ത MP
അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസകളും സമ്മാനങ്ങളും വിതരണം ചെയ്ത പ്രസിഡന്റ്, മറ്റ് വൈസ് പ്രസിഡന്റ്, മറ്റ് വാർഡ് മെമ്പർ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചർക്ക് ഇനി ഭാവി തുടർന്നുള്ള ജീവിതം നല്ലത് മാത്രം വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി വളരെ ലേറ്റായി രക്ഷിതാക്കൾ ക്ഷമിക്കണം. നമ്മൾ മനഃപൂർവ്വം ചെയ്തതല്ല, മാക്സിമം നമ്മൾ ചുരുക്കി കൊണ്ടുവന്നതാണ്. എന്നിരുന്നാലും ഇനി കുട്ടികളെ 1-2 പരിപാടി കഴിഞ്ഞാൽ മ്യൂസിക് നൈറ്റാണ്, അടിപൊളി പ്രോഗ്രാമാണ്. അതും കൂടി കഴിഞ്ഞിട്ട് എല്ലാവരും പോവാകുമെന്ന് വളരെ പ്രത്യേകം ഈ വെയിറ്റ് ശ്രമിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി ഈ പ്രോഗ്രാം അവസാനിച്ചത് അറിയിക്കുന്നു. കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടിക്ക് പിന്നിൽ പ്രവർത്തിച്ച LKG UKGയിലെ അധ്യാപകരായ ജംഷീന ടീച്ചർ, മഞ്ജുല ടീച്ചർ ഇവർക്കുള്ള ഉപഹാര സമർപ്പണമാണ്. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് ഉപഹാര സമർപ്പണം നടത്തുന്നത്. രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.